വെൽക്കം ടു റെഡ് ഫ്ലെയിംസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി മുഗളായി പറാട്ടയാണ്. ഇത് ചപ്പാത്തിയിൽ എഗ് ഫില്ലിങ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഡിഷാണ്. ഈ പറാട്ട നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ലഞ്ച് ബോക്സിലേക്കെല്ലാം പറ്റിയിട്ടുള്ള ഒന്നാണ്. ഈ പറാട്ട ഒരു സ്ട്രീറ്റ് ഫുഡ് കാറ്റഗറിയിൽപ്പെട്ടതാണ്. ഇതൊരു കൊൽക്കത്ത സ്പെഷ്യലാണ്. ഈ പറാട്ട കഴിക്കാനായിട്ട് നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു സലാഡ് കൂട്ടിയിട്ട് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. മുഗളായി പൊറാട്ട ഉണ്ടാക്കാനായിട്ട് നമ്മൾ 2 കപ്പ് പൊടിയാണ് എടുക്കുന്നത്. 1 കപ്പ് മൈദ, 1 കപ്പ് ഗോതമ്പ് പൊടി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. മുഗളായി എഗ് പൊറാട്ടയുടെ ഫില്ലിംഗ് എന്ന് പറയുന്നത് മുട്ട വെച്ചിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ചിക്കൻ യൂസ് ചെയ്തിട്ടോ വെജ് യൂസ് ചെയ്തിട്ടെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഉണങ്ങിയ ബൗളാണ്. ഇതിലേക്ക് മുട്ട, ഇതിലേക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞതാണ് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ ചെറുതായി അരിഞ്ഞിട്ടുള്ള സവാള 1 കപ്പ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞത് 2 എണ്ണമാണ്. നല്ല എരിവുള്ള മുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ഇനി മുളക് പൊടി കൂടെ ചേർക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ അളവ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മുഗളായി എഗ് പൊറാട്ടയുടെ ഫില്ലിങ് റെഡിയായി. മുഗളായി എഗ് പൊറോട്ട ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് കുഴയ്ക്കാം. ഇതിന് 4 ഭാഗമാക്കിയെടുക്കാം. ഇത് പൊടിയാക്കാതെ എണ്ണ തടവിയിട്ട് വേണം പരത്താനായിട്ട്. എഗ് പൊറാട്ട നമുക്ക് വേണമെങ്കിൽ പൊടി ചേർത്തിട്ട് ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലത് ഇത്തിരി എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് പരത്തുന്നതാണ്. എഗ് പൊറാട്ടയ്ക്ക് കുറച്ച് സൈസിൽ വേണം പരത്താനായിട്ട്. പരത്താൻ നമ്മുടെ കയ്യിൽ ഇത്രയും വലിയ പലകയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതുപോലെ ഒരു പാത്രം കമിഴ്ത്തി വെച്ചാലും മതി. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ചെയ്താൽ മതി.
പാന് ചൂടായിട്ടുണ്ട്. ഒന്ന് തീ കുറച്ച ശേഷം ചപ്പാത്തി പതുക്കെ കല്ലിലിട്ട് കൊടുക്കാം. ഇതിന് മേലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട. അതൊക്കെ എഡ്ജസ് ഫോൾഡ് ചെയ്യാം. ഇച്ചിരി എണ്ണയാക്കി ഒരു ഭാഗം ഒന്നായ ശേഷം വേണം മറിച്ചിടാനായിട്ട്. മറിച്ചിട്ടേക്കാം. ഉള്ളിൽ മുട്ട വേവുന്നതിനനുസരിച്ച് ഇത് നല്ലപോലെ പൊങ്ങി വരും. ഇപ്പോൾ എഗ് പൊറോട്ട രണ്ട് സൈഡും നല്ല വെന്ത് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമൊന്നുമില്ല. സലാഡ് കൂട്ടി സെർവ് ചെയ്താൽ മതി. എഗ് പൊറോട്ടയുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോസിനായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.